ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പെട്ടെന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് നിങ്ങൾക്കായിട്ട് എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കും. അപ്പം ആരാണ് ഈ ചാപ്റ്ററിലെ ഹീറോ? ആരെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? കാറ്റാണ് അല്ലേ, വിൻഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം വിൻഡിലോട്ട് എത്തുന്നതിന് മുമ്പ് കുറച്ച് ടേംസൊക്കെ നമ്മൾ ആദ്യം അറിയണം ആണല്ലോ. അപ്പോൾ വിൻഡ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ടേംസും കൂടി അതിന് മുമ്പ് അറിയണം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സെറ്റാണേ? എൻ്റെ കൂടെ റെഡിയല്ലേ? ഒന്ന് തുടങ്ങാം. ആദ്യത്തെ ടേമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള എയറിൻ്റെ വെയ്റ്റിനെയാണ്, വായുവിൻ്റെ വെയ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള എയറിൻ്റെ വെയ്റ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ വിൻഡ്സ് ആർ കോസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫ്ലക്ച്വേഷൻ. അപ്പം ഈ വിൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ചില ഫ്ലക്ച്വേഷൻ കാരണമാണ് വിൻഡ് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ ഭൂമിയുടെ സർഫസിൽ, എർത്തിൻ്റെ സർഫസിൽ എത്ര വെയിറ്റാണ്, ആവറേജ് വെയിറ്റാണ് അത് എക്സേർട്ട് ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ എയർ എക്സേർട്ട് ചെയ്യുന്നത് എത്ര വെയിറ്റാണ്? ദ ആവറേജ് വെയിറ്റ് ദാറ്റ് എയർ എക്സേർട്സ് ഓൺ ദ എർത്ത് സർഫസ് ഈസ് 1034 mg/cm². അപ്പോൾ നമ്മുടെ ആവറേജ് വെയിറ്റ്, ശരാശരി വെയിറ്റ് എത്രയാണ് എയർ എക്സേർട്ട് ചെയ്യുന്നത്? 1034 mg/cm² ആണ്. മറക്കല്ലേ, 1034 mg/cm² വെയിറ്റാണ് എയർ എക്സേർട്ട് ചെയ്യുന്നത്. ആവറേജ് വെയിറ്റ് ആണ് എയർ എക്സേർട്ട് ചെയ്യുന്നത്. എവിടെ? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയണം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുക? നമ്മൾ അന്തരീക്ഷത്തിലെ വായുവിനൊന്നും അളക്കണമല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കുന്നുണ്ട്, വേവിങ് മെഷീനൊക്കെ എടുത്തിട്ട് നമ്മളുടെ വെയിറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എയറിൻ്റെ വെയിറ്റ് അളക്കാൻ യൂസ് ചെയ്യുന്ന, മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണെന്ന് നമ്മൾ അറിയണം. എന്താണത്? മെർക്കുറി ബാരോമീറ്റർ ആണ്. എന്താണ്? മെർക്കുറി ബാരോമീറ്റർ. അപ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് മെർക്കുറി ബാരോമീറ്റർ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ മർദ്ദം മെഷർ ചെയ്യാൻ, അളക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? മെർക്കുറി ബാരോമീറ്റർ ആണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ മെർക്കുറി ബാരോമീറ്ററിൽ എയറിൻ്റെ വെയിറ്റ് മെഷർ ചെയ്തു. ഇനി എന്ത് യൂണിറ്റ്സിലാണ് ഇത് റെക്കോർഡ് ചെയ്യുക? 2 യൂണിറ്റ്സ് ആണുള്ളത്, മില്ലി ബാറും ഹെക്ടോ പാസ്കലും. മിൽക്കി ബാർ അല്ല കേട്ടോ, മില്ലി ബാർ, MB. മില്ലി ബാറിൻ്റെ ഷോർട്ട് എന്താണ്? MB ആൻഡ് ഹെക്ടോ പാസ്കൽ. ഈ 2 യൂണിറ്റ്സിലാണ് നമ്മുടെ എയറിൻ്റെ വെയിറ്റ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ എന്താക്കുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞു അല്ലേ? എയറിൻ്റെ വെയിറ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു. നമ്മുടെ ഭൂമിയിൽ എക്സേർട്ട് ചെയ്യുന്ന എയറിൻ്റെ ഏവറേജ് വെയിറ്റ് എത്രയാണ്? 1034 mg/cm² ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? അത് നമ്മുടെ മെർക്കുറി ബാരോമീറ്റർ ആണ്. മെർക്കുറി ബാരോമീറ്റർ. പിന്നെ ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതാണ്? മില്ലി ബാറും ഹെക്ടോ പാസ്കലും ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? അപ്പോൾ ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 cm². എത്രയാണ്? 76 cm ആണ് ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ പോയിന്റ് വിൽ ബി 1013.2 MB or 1013.2 HPa. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ എത്താണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയേഷൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ക്ലിയർ ആണോ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേരിയേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 3 ഫാക്ടേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണത്?
ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഏതൊക്കെയാണ് മക്കളെ? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഈ 3 ഫാക്ടേഴ്സാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തിനെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എന്താണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരമാണ്. എന്താണ്? ഉയരമാണ്. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? താപമാണ്. അതുപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫാക്ടേഴ്സ്, ആദ്യം നിങ്ങളിത് പഠിക്കാം. 3 ഫാക്ടേഴ്സാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇനി നമ്മളിത് എലാബറേറ്റ് ആക്കിയിട്ട് ഈ 3നെയും പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിവിടെ ഒരു പിക്ചർ കണ്ടോ? എന്താ ഇവിടെ പിക്ചർ കാണിക്കുന്നത്? ഒരു മൗണ്ട് എവറസ്റ്റ് അല്ലേ? മൗണ്ട് എവറസ്റ്റ് ആണോ? ഒരു പർവ്വതം, ഒരു പർവ്വതം കയറുന്ന ഒരു മനുഷ്യനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ സെറ്റപ്പുമായിട്ടാണ് അവർ കയറുന്നത്. എന്തുകൊണ്ടാണ് ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറുന്ന ആളുകൾ, നമ്മുടെ പർവ്വതങ്ങളൊക്കെ കയറുന്ന ആളുകൾ, മെയിനായിട്ട് ഹിമാലയമൊക്കെ കയറുന്ന സമയത്ത്, മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറുന്ന സമയത്ത് ഈ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, അവർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് ക്ലൈംബ് ചെയ്യാൻ കാരണം എന്താണ്? അതൊരൊറ്റ കാരണമാണ്. അതാണ് നമ്മളിപ്പം പഠിക്കാം. നോക്കുക, ശ്രദ്ധിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ്? അപ്പോൾ ആദ്യം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ബന്ധം, അതിന് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അന്തരീക്ഷ മർദ്ദം ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? കുറയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എത്ര തോതിലാണ് കുറയുന്നത്? The pressure decreases at the rate of 1 millibar mb per an altitude of 10 meters. But the pressure decreases at the rate of 1 millibar mb per meter അല്ലേ? ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters. 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലിബാർ ആണ് നമ്മുടെ എന്ത് കുറയുന്നത്? പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ മർദ്ദം ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് കുറയാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ ആണ്? എന്താ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാൽ എയറിൻ്റെ വെയിറ്റ് അല്ലേ? അപ്പം ഉയരം കൂടുന്നതിനനുസരിച്ച് എയറിൻ്റെ വെയിറ്റ് കുറയാണ്. ഇത്രയേ ഉള്ളൂ. എത്ര തോതിലാണ് കുറയുന്നത്? 1 millibar mb. 1 millibar അല്ലേ? 1 millibar per an altitude of 10 meter. 10 മീറ്റർ ഉയരം കൂടുമ്പം 1 millibar mb കുറയുകയാണ് ചെയ്യുന്നത്. There is a decrease in atmospheric pressure in high altitudes due to decrease in the density of air with altitude. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ മർദ്ദം എന്താ അവിടെ സംഭവിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഡെൻസിറ്റി ഓഫ് എയറും കുറയുക സംഭവിക്കുന്നത്. ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് എയർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഓൾട്ടിറ്റ്യൂഡ് മാറ്റം വരുന്നത് അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതിന് കാരണം എന്താണ്? ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് എയർ. എയറിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് അവിടെ അല്ലേ? എയറിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ ഡിക്രീസ് ആവുന്നത് എന്ന് ഓർത്ത് വെക്കാം. ജസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒറ്റ കാര്യമാണ്, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അന്തരീക്ഷ മർദ്ദവും ആൾട്ടിറ്റ്യൂഡും ഉയരവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയാണ് ചെയ്യുന്നത്. എന്താണ്? ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയാണ്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്താക്കും? കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് കുറയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൻഡ് ആൾട്ടിറ്റ്യൂഡും ആയിട്ടുള്ള ബന്ധം എന്താണ്? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്തതൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറുന്നതെന്ന്? കാരണം ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താവും? എയർ കുറയാണ്.
ഓക്സിജൻ്റെ അളവ് കുറയും. നമുക്ക് എയർ ഉണ്ടായാലല്ലേ അല്ലേ ഓക്സിജൻ ഉണ്ടാവും നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയറിൻ്റെ അളവ് കുറയുമ്പോഴാണ് എന്താവുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എയറിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ അത് കുറയുമ്പം നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അവിടെ എയറിൻ്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആളുകളൊക്കെ ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ക്ലൈംബ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ജസ്റ്റ് അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓക്സിജൻ അളവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഓക്സിജൻ സിലിണ്ടേഴ്സ് കരുതുന്നത്. കാരണം ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എയറിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് പോകും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. എത്ര തോതിലാണ് കുറയുന്നത്? 10 മീറ്റർ കൂടുമ്പം 1 മില്ലി ബാർ കുറയും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ പിക്ചർ, ഒരു ഡേ ടൈമും ഉണ്ട്, ഒരു നൈറ്റ് ടൈമും ഉണ്ട്. അത് നമ്മൾ ഈ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ പിക്ചറിലോട്ട് നടക്കാം. എന്താണ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം? ആൾട്ടിറ്റ്യൂഡ്, നമ്മൾ 3 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ആൾട്ടിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു ഉയരവും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയുകയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ കുറയുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണെന്ന് പഠിച്ചു. ഇനി ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? താപം അല്ലേ? താപം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചൂടിൻ്റെ അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ കൂടുക. താപം കൂടുക എന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്നതിനാണ്. ചൂട് കുറയുന്നതിനാണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ കുറയുക നമ്മൾ പറയാം. അപ്പോൾ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധമാണ് ഇനി പഠിക്കുന്നത്. When the air warms up, it expands and goes up. ഈ നമ്മുടെ വായു ചൂടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വാം ആവുന്ന സമയത്ത് അതെന്താ സംഭവിക്കുന്നത്? അത് മുകളിലോട്ട് പോയിട്ട് എക്സ്പാൻഡ് ചെയ്യും. അത് എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് മുകളിലോട്ട് പോകും. അപ്പോൾ വെൻ ദ എയർ വാംസ് അപ്പ് ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ഗോസ് അപ്പ്. ക്ലിയർ ആണോ? എയർ ഒന്ന് ടെമ്പറേച്ചർ കൂടി ചെറുങ്ങനെ ചൂടാകുന്ന സമയത്ത് അതെന്താവും? അതൊന്ന് എക്സ്പാൻഡ് ആയിട്ട് അത് മുകളിലോട്ട് പോകും. ദിസ് കോസ് എ ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എന്താണ്? ഉള്ള എയർ എന്താവുകയാണ്? മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എയർ ഇല്ല. ദിസ് കോസസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഡിക്രീസ് ഉണ്ടാവുകയാണ്, കുറവ് സംഭവിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? എത്ര പറഞ്ഞിട്ടുള്ളൂ? ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധമല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വെൻ ദ എയർ വാംസ് അപ്പ്, നമ്മുടെ വായു ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇത് നമ്മുടെ എയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എന്താണ് അവർ ഗ്യാപ്പിട്ട് പോയിട്ട് മുകളിലോട്ട് പോകും. എത്രയൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ നല്ല ചൂടെടുക്കുന്ന സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ സ്കൂളിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 കുട്ടികളും കൂടി അടുപ്പിച്ചിരുന്നപ്പോൾ എല്ലാവരും നല്ല തിരങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയില്ലേ, നിങ്ങൾ 2 ആൾ ബാക്ക് പോയിരിക്കുമോ, അല്ലെങ്കിൽ നല്ല ചൂടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അത് അത്രയെങ്കിലും ഫ്രണ്ട്സിനോ പറയും. അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല അടി കൂടും അല്ലേ? അപ്പോൾ അനിയനൊക്കെ ഒട്ടി നിങ്ങളെ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിലേ ചൂടെടുത്തിട്ട് വയ്യാന്നൊക്കെ പറയില്ലേ? അതേപോലെ അതെന്താണ്? എൻ്റെ എയർ വാംസ് ഒന്ന് എയർ ചൂടാകുന്ന സമയത്ത് അതിന് കുറേ സ്പേസ് വേണം. അപ്പോൾ ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ഗോസ് അപ്പ്, അത് മുകളിലോട്ട് പോകും. ദിസ് കോസ് എ ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതെന്തിലോട്ട് നയിക്കുകയാണ്? അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഡിക്രീസ്, കുറവിലോട്ട് നയിക്കുകയാണ് അല്ലേ? എയർ പോകുന്ന എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ അളവ് കുറവാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ താനേ എന്താവും? ഡിക്രീസ് ആവും അല്ലേ? ഹീറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണോ? ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുകയാണ്, ചൂട് കൂടുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം കുറയും. എങ്ങനെയാണ് കുറയുന്നത്? അത് എൻ്റെ എയർ വാംസ് അപ്പ്, എയർ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതൊന്ന് എക്സ്പാൻഡ് ആയിട്ട് അത് മുകളിലോട്ട് പൊങ്ങിപ്പോകും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നത്. ഡ്യൂറിങ് ദി ഡേ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഹീറ്റ് ഓഫ് ദ സൺ. അപ്പോൾ എന്താണ്? ഡ്യൂറിങ് ദ ഡേ, നല്ല ഡേ ടൈമിൽ പകൽ സമയങ്ങളിൽ അന്തരീക്ഷ മർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? ചൂട് എന്താണ് കൂടുകയോ കുറയോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? എന്താ ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുക. എങ്ങനെയാണ് കുറയുന്നത്? ഇവിടെ നിങ്ങൾ കണ്ട പിക്ചർ, നമുക്ക് ഈ പിക്ചർ നോക്കി പറയാം. ഇവിടെ നല്ല പകൽ സമയമാണ് അല്ലേ? ഡേ ടൈമാണ്. നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്, നല്ല ചൂടുണ്ടാവും അല്ലേ? ഡേ ടൈം നല്ല സൂര്യൻ ഉള്ളത് കൊണ്ട് തന്നെ ചൂടായിരിക്കും. അപ്പോൾ ഉണ്ടാകുമ്പോൾ എയറിന് എന്താ സംഭവിക്കുക? എയർ ഒന്ന് വാമപ്പാവും,
വാമാവുമ്പോൾ എയർ വാമാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ വായു ചൂടാകുമ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ആയിട്ട് അത് മുകളിലോട്ട് പോകും. അപ്പം ഉള്ള എയർ പോകുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ എയർ ഇല്ല. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ ഡേ ടൈം നോക്ക്, അല്ല നൈറ്റ് ടൈം നോക്ക്. നൈറ്റിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നൈറ്റ് സൂര്യനില്ല. സാധാരണ നമ്മൾ പകലിനെക്കാട്ടും രാത്രി കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം പകലിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എന്താണ്? നേരെ ഓപ്പോസിറ്റാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. ടെമ്പറേച്ചർ കുറയുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഇനി അടുത്ത ഫിഗറിൽ 2 പോയിൻറ്റ്സ് നിങ്ങൾ കണ്ടോ? അറബിക്കടലിൽ പോയിൻ്റ് എയും ഒരു പോയിൻ്റ് ബി നമ്മുടെ നോർത്തേൺ ഭാഗത്തായിട്ട് പോയിൻ്റ് ബിയും കൊടുത്തിട്ടുണ്ട്. അറബിക്കടലിൽ തൊട്ടടുത്ത് നമുക്ക് ഗോവ വിചാരിക്കാം. കേരളം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗോവ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പം പോയിൻ്റ് എ പോയിൻ്റ് ബിയും കണ്ടിട്ടുണ്ട്. ഇതിൽ പോയിൻ്റ് എ എന്താണ്? ഹൈ പ്രഷറാണോ അല്ലെങ്കിൽ ലോ പ്രഷറാണോ? പോയിൻ്റ് എയിൽ ഹൈ പ്രഷറാണോ ഉണ്ടാവുക അല്ലെങ്കിൽ ലോ പ്രഷറാണോ? നിങ്ങൾ പറ. പോയിൻ്റ് എയിൽ എങ്ങനെയായിരിക്കും? അത് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത ടേം പഠിക്കണം, ഹ്യൂമിഡിറ്റിയും അന്തരീക്ഷ മർദ്ദവും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം. ഒന്ന് നോക്ക്, ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഹ്യൂമിഡിറ്റി ഈസ് എ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അല്ലേ, വെള്ളത്തിൻ്റെ പ്രസൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി ഈസ് എ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയറിക് എയർ. ഇനി നിങ്ങൾ അറിയണം, എയർ ആണോ വാട്ടർ വേപ്പർ ആണോ വെയിറ്റ് കൂടുതൽ? നിങ്ങൾ പറ, എയർ ആണോ വാട്ടർ വേപ്പർ ആണോ വെയിറ്റ് കൂടുതൽ? വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ. അപ്പോൾ എയറിനേക്കാളും വെയിറ്റ് കുറവാർക്കാണ്? വാട്ടർ വേപ്പറിനാണ്. അപ്പോൾ ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ, ദെൻ നാച്ചുറലി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ലെസ്. On the seashore, which receives plenty of sunlight, the humidity is high and the pressure is low. നമ്മുടെ സീഷോറിൽ, കടലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്താണ്? നല്ല സൺലൈറ്റ് കിട്ടും, പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ് കിട്ടും. അപ്പോൾ ദ ഹ്യൂമിഡിറ്റി ഈസ് ഹൈ അല്ലേ? ഹ്യൂമിഡിറ്റി കൂടും, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ കൂടും. കാരണം എന്താണ്? നല്ല ചൂട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് 9th പഠിച്ചിട്ടുണ്ടാകും. നല്ല ചൂട് കൂടുന്ന സമയത്ത് എന്താണ്? വെള്ളം, നമ്മുടെ ഈ ഇപ്പോൾ കടലിലുള്ള വെള്ളമൊക്കെ എന്താവും? വാട്ടർ വേപ്പറായിട്ട് മുകളിലോട്ട് പോയി ഹ്യൂമിഡിറ്റി ആയിട്ട് നിൽക്കും. ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. സ്റ്റൗവിൽ നിങ്ങളൊരു കപ്പ് ഓഫ് വാട്ടർ, ഒരു ബൗളിൽ കുറച്ച് വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചു. ബോയിൽ ചെയ്തിട്ടൊന്ന് അടപ്പിട്ട് മൂടി വെക്കാം. അപ്പോൾ ബോയിൽ ചെയ്ത് നല്ലോണം തിളച്ച് നമ്മൾ മൂടി തുറക്കുന്ന സമയത്ത്, അടപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എന്താണ്? ഫുൾ വാട്ടർ വേപ്പേഴ്സ് ആയിരിക്കും അതിന് മുകളിൽ. എന്തുകൊണ്ടാണ്? ചൂട് കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ വാട്ടർ വേപ്പർ മുകളിലോട്ട് പൊങ്ങിയിട്ട് ഹ്യൂമിഡിറ്റി ആയിട്ട് നിൽക്കും. അപ്പോൾ ഓൺ ദ സീഷോർ വിച്ച് റിസീവ്സ് പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ്, ദി ഹ്യൂമിഡിറ്റി ഈസ് ഹൈ ആൻഡ് ദ പ്രഷർ ഈസ് ലോ. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലും സീഷോറിലൊക്കെ ഹ്യൂമിഡിറ്റി, നമ്മുടെ കടലിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലും പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. ഇനി നിങ്ങൾ ഈ പിക്ചർ നോക്ക്. അറബിക്കടലിലെ അറബിക്കടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഗോവയിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ അവിടെ നല്ല ചൂട് കൂടുന്ന സമയത്ത് എന്താക്കും? ഹ്യൂമിഡിറ്റി, അന്തരീക്ഷ എന്താണ് ഓഷ്യൻസ് ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോ, അവിടെ എന്തായിരിക്കും? ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാകും. അതുകൊണ്ട് പോയിൻ്റ് എയിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ എന്തായിരിക്കും? ലോ പ്രഷറാണ്, ന്യൂനമർദ്ദമാണ്. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ, ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനമർദ്ദം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം എപ്പോഴും ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ സീഷോറിൻ്റെ അടുത്ത്, കടൽ തീരത്തിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള പ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെയും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കൂടുമ്പം അന്തരീക്ഷമർദ്ദം കുറയും. ഇനി പോയിൻ്റ് ബിയിലോ? പോയിൻ്റ് ബീൻ്റെ അടുത്ത് എന്താ? നമുക്ക് വാട്ടർ സോഴ്സസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ ഹ്യൂമിഡിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. അപ്പോൾ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഒന്ന് കൂടുമ്പം ഒന്ന് കുറയും. അപ്പോൾ 3 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചതും എങ്ങനെയാണ്?
ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയാണ്. ഓൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ്. രണ്ടാമത് പഠിച്ചത് എന്താണ്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുപോലെ ഹ്യൂമിഡിറ്റി കൂടുമ്പം അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ക്ലിയർ ആണോ മക്കളെ? ഇവിടെ നോക്ക്, ഇൻ ദ ഏരിയാസ് ഫാർ ഫ്രം ദ സീ ഹ്യൂമിഡിറ്റി ഈസ് ലോ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഹൈ. നമ്മൾ മറ്റേ പോയിന്റ് ബീനെ കുറിച്ച് പറഞ്ഞല്ലേ, ഹ്യൂമിഡിറ്റി ആ സ്ഥലങ്ങളിലൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ ഭാഗങ്ങളിൽ കൂടുതലായിരിക്കും. ക്ലിയർ ആണ്? ഇനി നമ്മൾ ഹൈ പ്രഷറും ലോ പ്രഷറും എന്താണെന്ന് നോക്കാം. എന്താണ് ഹൈ പ്രഷർ? നമ്മൾ പറഞ്ഞു പോയിന്റ് എയിൽ എന്താണ് ലോ പ്രഷർ ആയിരിക്കും, പോയിന്റ് ബിയിൽ ഹൈ പ്രഷർ ആയിരിക്കും. എന്താണ് ഹൈ പ്രഷർ? നിങ്ങളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താ? ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എൻ ഏരിയ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ് റീജിയൻസ് ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഹൈ പ്രഷർ. ഇപ്പം ഒരു സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എന്താണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ പോയിന്റിലുള്ളതിൻ്റെ അത്ര കൂടുതലല്ല. ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എൻ ഏരിയ ഈസ് ഹയർ, ഈ പോയിന്റിലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്. എന്നാൽ ചുറ്റുപ്രദേശങ്ങളിലും എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഹൈ പ്രഷർ. ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എൻ ഏരിയ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ് റീജിയൻ ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഹൈ പ്രഷർ. ഇനി നമ്മുടെ പോയിന്റിൽ ആ പോയിന്റിൽ മാത്രം എന്താണ് പ്രഷർ കുറവാണ്, ബാക്കിയുള്ള അതിനെ ചുറ്റും നോക്കുന്ന സമയത്ത് ഈ പോയിന്റിലാണ് കുറച്ച് കുറവെങ്കിൽ ആ ഏരിയയെ നമ്മൾ ലോ പ്രഷർ റീജിയൻ എന്ന് പറയും. എന്താണ് ലോ പ്രഷർ? ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എൻ ഏരിയ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ് റീജിയൻ ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് ലോ പ്രഷർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഇനി ഒറ്റ ടേമും കൂടിയും പഠിച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഐസോബാസ്, എന്താണ് ഐസോബാസ് എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ഐസോബാർ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദി ഇമേജിനറി ലൈൻസ് ജോയിനിങ് ദ പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരേ സെയിം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളെ ഏരിയാസിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇമാജിനറി സാങ്കല്പിക വര വരയ്ക്കുകയാണെങ്കിൽ, ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ഐസോബാസ് എന്ന് പറയുന്നത്. എന്താണ് ഐസോബാസ്? അത് ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം സെയിം ആയിട്ട് ഉള്ള ഏരിയാസിനെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ 750 ഈ ഫസ്റ്റത്തെ ലൈൻ കോഡ് ലൈൻ കണ്ടോ നിങ്ങൾ? അത് മൊത്തം 750 ആണ്. ആ 750 ഉള്ള പോയിൻറ്റ്സിനൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരച്ചു അല്ലേ? ആ ലൈനിനെയാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. ഈ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോൾ ഐസോബാർസ് അത് ഇമാജിനറി ലൈൻസ് joining places having the same atmospheric pressure. We can easily understand the distribution of atmospheric pressure of any region by observing the isobars. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐസോബാസ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ റീജിയനിലൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഡൗട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി കാണാം. അപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ട്സ് ഞാൻ കൊടുക്കാം. അപ്പം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ്.